ഹലോ ഹായ് എല്ലാവർക്കും എന്നോട് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ റിതു കൃഷ്ണ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് RRB അപ്ഡേറ്റ്സ് ആയിട്ടാണ് കേട്ടോ. അപ്പൊ റെയിൽവേയിൽ ഒരുപാട് വേക്കൻസീസ് ഇപ്പൊ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്നാണ്, ഏതൊക്കെ ട്രേഡിലാണ് വേക്കൻസി, സാലറി സ്കെയിൽ എത്രയാണെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ റെയിൽവേയിൽ 6238 ടെക്നീഷ്യന്റെ വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് ഡേറ്റ്, അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 2025 ജൂലൈ 28-നാണ്. ഓക്കെ, RRB ടെക്നീഷ്യൻ നോട്ടിഫിക്കേഷൻ 2025 ഔട്ട് ഫോർ 6238 ഗ്രേഡ് 1 and 3 vacancies, grade 3 vacancies. The Railway Recruitment Board has officially released the Railway RRB Technician 2025 notification on 27th June 2025 ആണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണ്? 30th July 2025. For the payment of the application fee ആണ് കേട്ടോ. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 28-നാണ്. പേയ്മെന്റ് ചെയ്യാൻ 2 ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. 30th ജൂലൈ 2025-നാണ്. അപ്പൊ റെയിൽവേയില് ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ, അതുപോലെ തന്നെ ടെക്നീഷ്യൻ ഗ്രേഡ് 3 തസ്തികകളിലെ 6238 ഒഴിവില് വിവിധ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകളിൽ അപേക്ഷ ക്ഷണിച്ചതിന്റെ വിശദാംശങ്ങളാണ് നമ്മളോട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇനി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. ദ കറക്ഷൻ അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ വിൻഡോ വിൽ ബി ആക്റ്റീവ് ഫ്രം 1st to 10th August 2025 and the candidates requiring scribes must upload details between 11th to 15th August 2025. Okay, as per RRB norms, separate applications and fees are required for each pay level due to the different CBTs. The selection process of RRB Technician 2025 includes CBT ആയിരിക്കും അല്ലെ, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും. അതിനുശേഷം എന്തായിരിക്കും? മെഡിക്കൽ എക്സാമിനേഷൻ ആയിരിക്കും. പിന്നെ എന്താണ് പറയാനുള്ളത്? The details of the various railway recruitment boards inviting applications for 6238 vacancies for technician grade 1 signal and the technician grade 3 post in railway have been published on the website. പബ്ലിഷ് ചെയ്ത് നമ്മൾ പറഞ്ഞു. അതില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം RRBയിൽ 197 വാക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോ തിരുവനന്തപുരത്ത് എത്ര വാക്കൻസീസ്? 197 വാക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു, വീണ്ടും നമ്മൾ പറയാണ്, അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 28-നാണ് കേട്ടോ. അതില് മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞു ടെക്നീഷ്യൻ 2 ഗ്രേഡിക്കാണ് ഇപ്പൊ വിളിച്ചിരിക്കുന്നത്. ടെക്നീഷ്യൻ ഗ്രേഡ് 3-ല് നമ്മൾ പറഞ്ഞു 6200 എത്ര വാക്കൻസീസ് ആണ്? 6238 വാക്കൻസീസ് ആണുള്ളത്. അതില് 6055 വാക്കൻസീസും ടെക്നീഷ്യൻ ഗ്രേഡ് 3-ലുള്ളതാണ്. ഏജ് ലിമിറ്റ് ഉണ്ട്. 18 to 30 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് ഉള്ളത്. സാലറി സ്കെയിൽ എന്ന് പറയുന്നത് 19,000 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ടെക്നീഷ്യൻ ഗ്രേഡ് 1 ആണ്. സിഗ്നൽ 183 വാക്കൻസീസ് ആണ് അതിലുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ 6238 വാക്കൻസീസിൽ 6055 വാക്കൻസീസും ടെക്നീഷ്യൻ ഗ്രേഡ് 3-ലുള്ളതാണ്. ബാക്കി വരുന്ന 183 വാക്കൻസീസ് ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നലിലുള്ളതാണ്. രണ്ടിനും ഏജ് ലിമിറ്റ് പറയുന്നുണ്ട്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ടെക്നീഷ്യൻ ഗ്രേഡ് 3-ക്ക് 18-നും 30 വയസ്സിനും ഇടയിലാണ്. ഗ്രേഡ് 1 സിഗ്നലിൽ 33 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഗ്രേഡ് 1-ന് എന്താണ്? സാലറി കൂടുതലായിരിക്കും. എത്രയാണ്? 29,200 രൂപ തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് കേട്ടോ സാലറി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നോക്കാനുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എക്സാമിനെ കുറിച്ചിട്ടാണ്. ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ സാലറി 29,200 ഉള്ളതുകൊണ്ട് തന്നെ എന്തുണ്ട്? ഡിഗ്രി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് ഡിഗ്രി അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ, ഡിഗ്രി ഇൻ ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, IT അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റേഷൻ ഉള്ളവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ട് ഉള്ളത്. പിന്നെ എന്തായിരുന്നു? ഏജ് ലിമിറ്റ് എത്രയാണ്? 183 വാക്കൻസീസ് ആണ് ഉള്ളത്. ഏജ് ലിമിറ്റ് 18 to 33 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. സാലറി എന്ന് പറയുന്നത് 29,200 രൂപയാണ് സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുന്നത്. ഇനി ഗ്രേഡ് 3 ആണെങ്കിൽ 6055 വാക്കൻസീസ് ആണുള്ളത്. ഏജ് ലിമിറ്റ് 18 to 30 വയസ്സ് വരെയാണുള്ളത്. സാലറി സ്കെയിൽ 19,900 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്.
ഇതിൽ എന്താണ് ഡിഗ്രി ഒന്നും വേണം എന്ന് പറഞ്ഞിട്ടില്ല, ജസ്റ്റ് എന്താണ് 10th പാസ് മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ NCVT SCVT അപ്രൂവ് ചെയ്തിട്ടുള്ള അപ്രന്റീസ് കോഴ്സ് സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ഏതൊക്കെ ട്രേഡിലാണെന്ന് നമുക്ക് പറയാം. അതായത് ഏതൊക്കെ ട്രേഡുകളിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും ട്രേഡുകളാണ്. ഇതിൽ ഏതെങ്കിലും ഒരു ട്രേഡ്, എല്ലാ ട്രേഡിലുമല്ല, ഏതെങ്കിലും ഒരു ട്രേഡിൽ എന്ത് വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്? NCVT അല്ലെങ്കിൽ SCVT അംഗീകൃത ITI അല്ലെങ്കിൽ അപ്രന്റീസ്ഷിപ്പ് കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ട്രേഡുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, ഇൻസ്ട്രുമെന്റ് മെക്കാനിക്, മെക്കാനിക് മെക്കട്രോണിക്സ്, മെക്കാനിക് ഡീസൽ, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, വെൽഡർ, മെഷീനിസ്റ്റ്, ഫോർജർ ആൻഡ് ഹീറ്റ് ട്രീറ്റർ, ഫൗണ്ടറിമാൻ, പാറ്റേൺ മേക്കർ, മൗൾഡർ, റിഫാക്ടറി, fitter, structural, carpenter, plumber, pipe fitter, mechanic, auto, electric and electronics, wireman, electronics mechanic, mechanic power electronics, mechanic diesel, mechanic repair and maintenance of heavy vehicles, mechanic automobile, advanced diesel engine, mechanic motor vehicle, tractor mechanic, painter, mechanic HTLT equipments and cable joining, operator advanced machine tool, refrigeration and AC mechanic, machinist grinder, പിന്നെ ഏതാണ് മെഷീനിസ്റ്റ് ഗ്രൈൻഡർ നമ്മൾ പറഞ്ഞല്ലോ, വെൽഡർ ഗ്യാസ് ആൻഡ് ഇലക്ട്രിക്, അതുപോലെ തന്നെ വെൽഡർ സ്ട്രക്ചറൽ, വെൽഡർ പൈപ്പ്, വെൽഡർ ഫാബ്രിക്കേഷൻ ആൻഡ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ് ഓപ്പറേറ്റർ, ക്രെയിൻ ഓപ്പറേറ്റർ, ഓപ്പറേറ്റർ ലോക്കോമോട്ടീവ് ആൻഡ് റെയിൽ ക്രെയിൻസ്, ഫർണിച്ചർ ആൻഡ് ക്യാബിനറ്റ് മേക്കർ തുടങ്ങി ഒരുപാട് ട്രേഡുകൾ അവർ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എന്തിൽ നോക്കിയാൽ മതിയാകും? ആ വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും കേട്ടോ. ഓക്കെ, ഇനി പറയാനുള്ളത് ഇതിന്റെ ഫീസിനെ കുറിച്ചിട്ടാണ്. 500 രൂപയാണ് അപ്ലൈ ചെയ്യേണ്ട ഫീസ് എന്ന് പറയുന്നത്, 500 രൂപയാണ്. പിന്നെ പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ rest 400 will be refunded to those who appear for the first stage of CBT. അതായത് ഒന്നാം ഘട്ട കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അല്ലെ CBTക്ക് ഹാജരാകുന്നവർക്ക് 400 രൂപ തിരികെ നൽകുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, പിന്നെ പറയാനുള്ളത് rest 250 is enough for scheduled caste, ex-serviceman, persons with disabilities, women, transgender, minorities and economically weaker section, and rest 250 will be refunded to those appearing for the first stage of CBT. അപ്പൊ എക്സാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പൈസ നിങ്ങൾക്ക് തിരികെ കിട്ടുന്നതായിരിക്കും എന്നുള്ളതാണ്. അപ്ലൈ ചെയ്താൽ മതി, പാസ് ആവണം എന്ന് പറഞ്ഞിട്ടില്ല അല്ലെ. പക്ഷെ പാസ് ആയാലും നമുക്ക് എന്ത് കിട്ടുള്ളൂ? ജോലി കിട്ടും അല്ലെ. ബാങ്ക് ചാർജുകൾ ഈടാക്കുന്നതായിരിക്കും കേട്ടോ. ഓൺലൈൻ ആയിട്ടാണ് ഫീസ് അടയ്ക്കേണ്ടത്. ഓക്കെ, ഇനി തിരുവനന്തപുരത്ത് എത്ര വേക്കൻസീസ് ഉണ്ടെന്നാ പറഞ്ഞത്? 197 വേക്കൻസീസ് ഉണ്ടെന്നാ പറഞ്ഞത്. അതിൽ ഏതൊക്കെ പോസ്റ്റാ നമുക്ക് നോക്കാം. ആദ്യത്തെ നമ്മൾ പറഞ്ഞു ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ ആണ്. അതിൽ UR 3 വേക്കൻസീസ്, SC1, ST0, OBC 2, EWS 0, നെറ്റ് വേക്കൻസി എന്ന് പറയുന്നത് 6 ആണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ടെക്നീഷ്യൻ ഗ്രേഡ് 3 ട്രാക്ക് മെഷീൻ അല്ലെ. അതില് UR 3, SC1, ST3, OBC 0, EWS 1, നെറ്റ് വേക്കൻസി 8 ആണ്. ഓക്കെ, അടുത്തത് ടെക്നീഷ്യൻ ഗ്രേഡ് 3 ബ്ലാക്ക് സ്മിത്ത്, റൈറ്റ്. UR 3, SC1, ST5, OBC 1, EWS 1, നെറ്റ് വേക്കൻസി എന്ന് പറയുന്നത് 11 ആണ് കേട്ടോ. അടുത്തത് ടെക്നീഷ്യൻ ഗ്രേഡ് 3 കാരേജ് ആൻഡ് വാഗൺ. ഇതിൽ 38 ആണ് UR വരുന്നത്. SC20, ST12, OBC 23, EWS 14, നെറ്റ് വേക്കൻസി 107 വരുന്നുണ്ട് കേട്ടോ. 107 വരുന്നുണ്ട്. അടുത്തത് ടെക്നീഷ്യൻ ഗ്രേഡ് 3 ഡീസൽ മെക്കാനിക്, ഡീസൽ ഇലക്ട്രിക്കൽ ആണ് പറഞ്ഞിട്ടുള്ളത്. UR 1, SC1, ST1, OBC 1, EWS 1, നെറ്റ് വേക്കൻസി എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, അടുത്തത് ഏതാണ്? ടെക്നീഷ്യൻ ഗ്രേഡ് 3 ഡീസൽ മെക്കാനിക്കൽ ആണ്. UR 1, SC0, ST0, OBC 0, EWS 1, നെറ്റ് വേക്കൻസി എന്ന് പറയുന്നത് 2 ആണ് കേട്ടോ. അടുത്തത് ടെക്നീഷ്യൻ ഗ്രേഡ് 3 ഇലക്ട്രിക്കൽ GS ആണ്. UR 5, SC2, ST2, OBC 1, EWS 1, നെറ്റ് വേക്കൻസി എന്ന് പറയുന്നത് 11 ആണ്. ഓക്കെ, അപ്പൊ ഇതുവരെ പറഞ്ഞിട്ടുള്ള ഏറ്റവും കൂടുതൽ വേക്കൻസീസ് ഉള്ളത് കാരേജ് ആൻഡ് വാഗണിലാണ്, ആ ഒരു കാറ്റഗറിയിലാണ്. അടുത്തത് ടെക്നീഷ്യൻ ഗ്രേഡ് 3 ഇലക്ട്രിക്കൽ TRD ആണ്. UR 5, SC1, ST0, OBC 1, EWS 0, നെറ്റ് വേക്കൻസി 7 ആണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് ടെക്നീഷ്യൻ ഗ്രേഡ് 3 EMU ആണ്. UR 2, SC0, ST0, OBC 0, EWS 0, നെറ്റ് വേക്കൻസി എന്ന് പറയുന്നത് 2 ആണ് കേട്ടോ.
അടുത്തത് പറഞ്ഞിട്ടുള്ളത് ടെക്നീഷ്യൻ ഗ്രേഡ് 3 റെഫ്രിജറേഷൻ ആൻഡ് AC ആണ്. UR11 SC3 ST2 OBC3 EWS2 നെറ്റ് വാക്കൻസി 21 ആണ് കേട്ടോ. അടുത്തത് ടെക്നീഷ്യൻ ഗ്രേഡ് 3 റിവീറ്റർ അല്ലെ, UR5 SE0 ആണ്. അതുപോലെ തന്നെ ST1 OBC0 ആണ്. EWS1 നെറ്റ് വാക്കൻസി 7 ആണ്. അടുത്തത് എന്ന് പറയുന്നത് ടെക്നീഷ്യൻ ഗ്രേഡ് 3 വെൽഡർ ഓയിൽ ആണ്. എത്രയാണ്? UR6 SC2 ST2 OBC0 EWS0 and the net vacancy is 10. അപ്പോ ഇതില് ടോട്ടൽ ടെക്നീഷ്യൻ ഗ്രേഡ് 3 എന്ന് പറയുന്നത് UR80 SC31 ST28 OBC30 EWS22 നെറ്റ് വാക്കൻസീസ് 191. ഓക്കെ, അപ്പോ ടോട്ടൽ ടെക്നീഷ്യൻ ഗ്രേഡ് 3 ആണ് പറഞ്ഞിട്ടുള്ളത്. RRB തിരുവനന്തപുരം ടോട്ടൽ എത്രയാണ്? 83. UR SC32 ST28 OBC32 EWS22 നെറ്റ് വാക്കൻസി 197. ഓക്കെ, അങ്ങനെയാണ് 197 വാക്കൻസീസ്, കാറ്റഗറി തിരിച്ചിട്ടുള്ള വാക്കൻസീസ് ആണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും. ഓക്കെ, അപ്പോ കീ ഡീറ്റെയിൽസ് ഓഫ് ദ RRB ടെക്നീഷ്യൻ നോട്ടിഫിക്കേഷൻ 2025 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? നോട്ടിഫിക്കേഷൻ റിലീസ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 27, 2025 ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 28, 2025 തുടങ്ങിയിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 28, 2025 ടോട്ടൽ വാക്കൻസീസ് എന്ന് പറയുന്നത് 6238 വാക്കൻസീസ് ആണ്. അതിൽ 183 വാക്കൻസീസ് ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ. ഓക്കെ, അതുപോലെ തന്നെ 6055 ഫോർ ടെക്നീഷ്യൻ ഗ്രേഡ് 3. തിരുവനന്തപുരത്ത് 197 വാക്കൻസീസ് ആണ് ഉള്ളത്. സെലക്ഷൻ പ്രോസസ് എന്താണ്? മൂന്നതായിട്ടാണ്. ഏതാണ്? CBT ആദ്യം, അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, അതിനുശേഷം മെഡിക്കൽ എക്സാമിനേഷൻ ആണ്. ഏജ് ലിമിറ്റ് ഉണ്ട്. 18 to 33 years for technician grade 1 signal and 18 to 30 years for technician grade 3 as of July 1, 2025. അപ്ലിക്കേഷൻ ഫീസ് നമ്മൾ പറഞ്ഞു 500 രൂപയാണ്. ഇത് ഒന്നാം ഘട്ട CBTക്ക് ഹാജരാക്കുന്നവർക്ക് 400 രൂപ തിരികെ നൽകുന്നതായിരിക്കും. ഇനി പട്ടുവിഭാഗം, വിമുക്ത ഭടർ, ഭിന്നശേഷിക്കാർ, സ്ത്രീകൾ, ട്രാൻസ്ജെൻഡർ, ന്യൂനപക്ഷ വിഭാഗക്കാർ, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർ എന്നിവർക്ക് 250 രൂപ മതിയാവും. ഒന്നാം ഘട്ട CBTക്ക് ഹാജരാക്കുന്നവർക്ക് 250 രൂപ തന്നെ തിരികെ നൽകുന്നതായിരിക്കും. ബാങ്ക് ചാർജുകൾ ഈടാക്കുന്നതായിരിക്കും. ഓൺലൈൻ ആയിട്ടാണ് ഫീസുകൾ അടയ്ക്കേണ്ടത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ആപ്ലിക്കേഷൻ മെത്തേഡ്, online application are to be submitted to the official RRB website rrbapply.gov.in എന്നുള്ളതാണ് അതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റെയിൽവേയില് ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ, ടെക്നീഷ്യൻ ഗ്രേഡ് 3 തസ്തികകളിൽ 6238 ഒഴിവില് വിവിധ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകൾ അപേക്ഷ ക്ഷണിച്ചതിന്റെ വിശദാംശങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. തിരുവനന്തപുരം RRBയില് 197 വാക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ജൂലൈ 28 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സാലറി എന്ന് പറയുന്നത് ടെക്നീഷ്യൻ ഗ്രേഡ് 3ക്ക് എത്രയാണ്? 19,900 ആണ്. 10th പാസ് മതിയായിരിക്കും. ടെക്നീഷ്യൻ ഗ്രേഡ് 1 ആണ്, ഡിഗ്രിയും അതുപോലെ തന്നെ എന്ത് പറയുന്നത് എഞ്ചിനീയറിംഗും പറഞ്ഞിട്ടുള്ളത്. സാലറി സ്കെയിൽ 29,200 rupees ആണ്. ഓക്കെ, അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾ വളരെ ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.